എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് കപ്പ വേവിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് കപ്പ വേവിച്ചതും മീൻകറിയും ഒക്കെ എന്നും പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഈ കപ്പ വേവിച്ചത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു വലിയ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഈ കപ്പ വേവിച്ചതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തത്. 1/4 ടീസ്പൂൺ ജീരകവും 3 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും 3 പച്ചമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൂടുതൽ അരഞ്ഞു പോകരുത്. ഞാനിവിടെ കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് കപ്പ വേവിച്ചെടുക്കുന്നത്. ഈ ആദ്യം ഒഴിച്ച വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇത് ഊറ്റിക്കളയുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും ഈ കപ്പയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 2 തവണ വെള്ളം മാറ്റിയിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കപ്പയിലൊരു കട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 തവണ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ കപ്പ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഈ വെള്ളം കൂടി ഞാനൊന്ന് ഊറ്റിക്കളയുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കപ്പയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കൂടി ഒന്ന് ഊറ്റിക്കളയണം. ഇനി ഈ കപ്പയിലേക്ക് നമുക്ക് അടുത്തതായിട്ട് അരപ്പാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത ഉടനെ തന്നെ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നില്ല. ഇതെല്ലാം കൂടി നമുക്ക് നടുവിലേക്കൊന്ന് ആക്കി വെച്ച ശേഷം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെക്കണം. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കപ്പയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നോളും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മീൻകറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആവോലി മീൻകറിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഏത് മീൻകറി ആയാലും കപ്പയുടെ കൂടെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഉലുവ പൊടിച്ചതാണ് ചേർത്തത്. നന്നായിട്ട് ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ കപ്പ വേവിച്ചതും മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറികളുടെയൊക്കെ ഒരുപാട് റെസിപ്പികൾ ഞാൻ നമ്മുടെ ചാനലിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിഷ് റെസിപ്പീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ മീൻകറികളുടെയൊക്കെ റെസിപ്പികളൊന്ന് കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്